കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കീഴിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 28/4/2025 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇതിന്റെ വേക്കൻസി ഡീറ്റെയിലോട്ട് പോവാം. ഏതൊക്കെ പോസ്റ്റ് ആണ്, എത്രയൊക്കെ ഒഴിവാണുള്ളത്, അതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വേക്കൻസി വരുന്നത് സയന്റിസ്റ്റ് ബി തസ്തികയിലാണ്. അതിന്റെ സാലറി റേഞ്ച് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 56,100 മുതൽ 1,77,500 വരെയാണ് സാലറി റേഞ്ച് വരുന്നത്. 1,00,000 മുകളിൽ സാലറി ഉള്ള ഒരു നല്ലൊരു പോസ്റ്റാണ് സയന്റിസ്റ്റ് ബി. ടോട്ടൽ വേക്കൻസി അവിടെ ഉള്ളത് 22 വേക്കൻസി ഉണ്ട്. SC3, ST1, OBC7, EWS1, അൺറിസർവ്ഡ് ടൈം, ഇങ്ങനെയാണ് അതിന്റെ പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഏജ് അപ്പർ ലിമിറ്റ് വരുന്നത് 35 ആണ്. ഇതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോ ഓഫീസർ വേക്കൻസി ഉണ്ട്. ഒരു വേക്കൻസി ആണുള്ളത്. അൺറിസർവ്ഡ് ആണ്. അൺറിസർവ്ഡ് 1ലാണ് ഒരു വേക്കൻസി ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും അതിലോട്ട് അപ്ലൈ ആവുന്നതാണ്. 30 ഇയേഴ്സ് ആണ് അവിടെ ഏജ് ലിമിറ്റ് വരുന്നത്. അതേപോലെ തന്നെ സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലോട്ട് വിളിച്ചിട്ടുണ്ട്. അതിന്റെ പേ സ്കെയിൽ നോക്കാം. ടോട്ടൽ നമുക്ക് അവിടെ വേക്കൻസി വരുന്നത് 2 ആണ്. 30 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ്. അതേപോലെ തന്നെ സീനിയർ സയന്റിസ്റ്റ് അസിസ്റ്റന്റ് ഉണ്ട്. അത് 4 വേക്കൻസി ആണുള്ളത്. ST1, OBC1, EWS1, അതേപോലെ തന്നെ അൺറിസർവ്ഡ് 1. 30 വയസ്സ് തന്നെയാണ് അതിന്റെ ഏജ് ലിമിറ്റ്. അതേപോലെ തന്നെ ടെക്നിക്കൽ സൂപ്പർവൈസറിൽ 5 വേക്കൻസി ഉണ്ട്. അതിനും ഏജ് ലിമിറ്റ് 30 ആണ്. അസിസ്റ്റന്റ് തസ്തികയിൽ വിളിച്ചിട്ടുണ്ട്. അതിലും 4 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. അക്കൗണ്ട് അസിസ്റ്റന്റിലും 2 വേക്കൻസി, 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. ജൂനിയർ ട്രാൻസ്ലേറ്ററിൽ ഒരു വേക്കൻസി ഉണ്ട്. സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻസിൽ നമുക്ക് ഒരു വേക്കൻസി ഉണ്ട്. അതേപോലെ തന്നെ ജൂനിയർ ടെക്നീഷ്യനിൽ 2 വേക്കൻസി, സീനിയർ ലബോറട്ടറി അസിസ്റ്റന്റിൽ 2 വേക്കൻസി, അപ്പർ ഡിവിഷൻ ക്ലർക്കിൽ 8 വേക്കൻസി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് 2ൽ ഒരു വേക്കൻസി. ഈ ജൂനിയർ ടെക്നീഷ്യൻ മുതൽ നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 27 വയസ്സ് വരെയാണ് നമുക്ക് ഏജ് ലിമിറ്റ് ആയിട്ട് വരുന്നത്. 27 വയസ്സിന്റെ താഴെയുള്ളവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫി ഗ്രേഡ് 2 ഉണ്ട്. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് 2 വേക്കൻസി, ലോവർ ഡിവിഷൻ ക്ലർക്കിൽ 5 വേക്കൻസി, ഫീൽഡ് അറ്റൻഡന്റിൽ 1 വേക്കൻസി, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ 3 വേക്കൻസി. ഇതിന്റെയൊക്കെ ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. കുറെ അവസരങ്ങളാണ്. പല തസ്തികകളിലായിട്ട് കുറെ വേക്കൻസി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പോസ്റ്റിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിലോട്ട് നമുക്ക് പോവാം. ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. അതിന്റെ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏജ് റിലാക്സേഷൻ വരുന്നത് SC/STക്ക് 5, OBC 3, PWDയിൽ തന്നെ അൺറിസർവ്ഡ് ആണെങ്കിൽ 10, OBC 13, SC/ST 15 ഒക്കെയാണ് വരുന്നത്. എക്സ് സർവീസ്മാൻ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. അതേപോലെ തന്നെ നമുക്കിതിന്റെ ക്വാളിഫിക്കേഷൻ ആദ്യം നോക്കാം. നമുക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സയന്റിസ്റ്റ് ബിക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. BE ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ ഉള്ള BE ഡിഗ്രി, അത് 4 പോസ്റ്റ് ആണുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിൽ 3 പോസ്റ്റ്, ഇൻസ്ട്രുമെന്റേഷണൽ എഞ്ചിനീയറിംഗിൽ 2 പോസ്റ്റ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് 1 പോസ്റ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1 പോസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ 1 പോസ്റ്റ്, കമ്പ്യൂട്ടർ സയൻസിൽ 1 പോസ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 1 പോസ്റ്റ്. ഇങ്ങനെയാണ് ഇവിടെ ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഒരു മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇല്ല, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഉണ്ടെങ്കിൽ നമുക്ക്, അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റ് സയൻസ്, മൈക്രോബയോളജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ആവുന്നതാണ്. അതിന്റെ വേക്കൻസി എത്ര പോസ്റ്റ് ഉണ്ടെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് നെറ്റോ PhD ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുൻഗണന കിട്ടുന്നതായിരിക്കും. അതാണ് സയന്റിസ്റ്റ് ബിന്റെ ക്വാളിഫിക്കേഷനിൽ വരുന്നത്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് ലോ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ ആണ് പറയുന്നത്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ബാച്ചിലർ ഡിഗ്രി. അവിടെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഷുഡ് ഹാവ് 5 years ഓഫ് എക്സ്പീരിയൻസ് അവിടെ പറയുന്നുണ്ട്. അതന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലോ അല്ലെങ്കിൽ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിലോ ഏതിലെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഒരു 5 years എക്സ്പീരിയൻസ് അവിടെ വേണം.
ആ ഡീറ്റെയിൽ നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 1 പോസ്റ്റ്, അതേപോലെ ഇൻസ്ട്രുമെന്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. 3 years ഓഫ് എക്സ്പീരിയൻസും ആ ഒരു റിലവന്റ് ഫീൽഡിൽ വേണം, എന്നാലേ നമുക്ക് സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസറിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റിലാണെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ സയൻസ് ആണ്. അതുപോലെ തന്നെ 2 years എക്സ്പീരിയൻസ് ഫീൽഡിൽ നമുക്ക് വേണം. ടെക്നിക്കൽ സൂപ്പർവൈസർ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1 പോസ്റ്റ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 1 പോസ്റ്റ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 2 പോസ്റ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 1 പോസ്റ്റ്, അതുപോലെ തന്നെ 3 years ഓഫ് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. അസിസ്റ്റന്റ് പോസ്റ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ആണ്. അവിടെ നമുക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായാൽ മതി. അവിടെ നമുക്ക് ടൈപ്പിംഗ് ഒരു സ്കിൽ ടെസ്റ്റും കൂടെ അവിടെ ഉണ്ടായിരിക്കും. അത് ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ്സ് നമ്മൾ ആ സ്കില്ല് നമുക്കുണ്ടെങ്കിൽ നമുക്കത് ക്വാളിഫൈ ആവും. ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ബാച്ചിലർ ഡിഗ്രി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അക്കൗണ്ട്സ് അസിസ്റ്റൻസിലാണെങ്കിൽ ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ് പറയുന്നത്. 3 years ഓഫ് എക്സ്പീരിയൻസ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഓഡിറ്റിൽ, ക്യാഷ് ഹാൻഡ്ലിംഗിൽ നമുക്ക് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലുള്ള എക്സ്പീരിയൻസ് 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻസിലോട്ട് അപ്ലൈ ആവുന്നതാണ്. അതേപോലെ തന്നെ ജൂനിയർ ട്രാൻസ്ലേറ്ററിലാണെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് ഇൻ ഹിന്ദിയാണ് വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഡിഗ്രി ലെവലിൽ നമുക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഡിഗ്രി ലെവലാണ് പറയുന്നത്. അതേപോലെ തന്നെ മാസ്റ്റർ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി പഠിച്ചാലും നമുക്ക് ഇതിന് അപ്ലൈ ആവുന്നതാണ്. അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെ എനി സബ്ജക്ട് അതർ ദാൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി മീഡിയം ആൻഡ് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി ഓർ എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അഥവാ ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ചിട്ടുള്ള മറ്റേതൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് ഇതിന് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ആ ഡീറ്റെയിൽ നിങ്ങൾ നോക്കുക. ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് അപ്ലൈ ആവുന്നതാണ്. എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. അതിൻ്റെ വരുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 3 years ഓഫ് എക്സ്പീരിയൻസും പറയുന്നുണ്ട്. പിന്നെ ജൂനിയർ ടെക്നീഷ്യൻ ആണ്. ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ വേണം, 1 year എക്സ്പീരിയൻസും വേണം. പിന്നെ സീനിയർ ലബോറട്ടറി അസിസ്റ്റൻസിനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് മതി, 12th സ്റ്റാൻഡേർഡ് പാസ്സായാൽ മതി. ഇൻ സയൻസ് ആണ്, നമുക്ക് റെക്കഗ്നൈസ്ഡ് ബോർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള 12th സ്റ്റാൻഡേർഡ് ആണ്. ബട്ട് 3 years ഓഫ് എക്സ്പീരിയൻസ് അവിടെ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ആണ് പറയുന്നത്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. ബട്ട് അവിടെ ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ ഹിന്ദിയിലും ഉള്ള ടൈപ്പിംഗ് സ്കില്ല് നമുക്ക് അവിടെ വേണം. അതേപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് 2 ആണെന്നുണ്ടെങ്കിൽ 12th സ്റ്റാൻഡേർഡ് ആണ് അവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അവിടെയും നമുക്ക് എന്ത് ചെയ്യണം, SP ടെസ്റ്റ് ഓഫ് നോട്ട് ലെസ് ദാൻ 8,000 കീ ഡിപ്രഷൻസ് പെർ ഹവർ ഓഫ് ഡാറ്റ എൻട്രി വർക്ക്. അഥവാ നമ്മൾ ഡാറ്റ എൻട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ആണെന്നുണ്ടെങ്കിലും 12th സ്റ്റാൻഡേർഡ് ആണ്. ബട്ട് അവിടെയും സ്കിൽ ടെസ്റ്റ് സ്റ്റെനോഗ്രാഫിന്റെ എന്തുണ്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൂടി പാസ്സായാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ജോലിക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും 12th സ്റ്റാൻഡേർഡ് മതി. ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് വേൾഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 12th സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അവിടെ വരുന്നത് ഡിഗ്രിയാണ്, ഡിഗ്രി ഇൻ സയൻസ് ആണ്. പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ 12th സ്റ്റാൻഡേർഡ് മതി. പക്ഷെ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്കിത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഫീൽഡ് അറ്റൻഡന്റ് തസ്തികയിലാണെങ്കിൽ 10th സ്റ്റാൻഡേർഡ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് +2 പറയുന്നുണ്ട്, വിത്ത് സയൻസ് ആണ്. അതേപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ 10th സ്റ്റാൻഡേർഡ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക്കൽ 1, മെക്കാനിക്കൽ 1, പ്ലംബർ 1 പോസ്റ്റ് ഒക്കെയാണ് അവിടെ വരുന്നത്. അതിലും നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇതിന്റെ
ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമിനേഷൻ ഫീയിലോട്ട് പോവാം. ഇവിടെ നമുക്ക് ഫീ ആയിട്ട് വരുന്നത് എക്സാം 2 hours എക്സാം ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് നമുക്ക് വരുന്നത് 1000 ആണ്. 1 hour എക്സാം ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് 500 ആണ് അവിടെ എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ഫീ ഇല്ല. SC, ST, PWD, എക്സ് സർവീസ്മെൻ, വുമൺ കാൻഡിഡേറ്റ്സിന് എന്തില്ല, ഫീ ഇല്ല എന്നല്ല, നമുക്കവിടെ ഒരു 250 വരുന്നുണ്ട്. 2 hours പിന്നെ എക്സാം ആണ് അവർക്ക് വേണമെങ്കിൽ ഈ ഒരു 250 അവിടെ ടെസ്റ്റ് സെഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ കൊടുക്കേണ്ടി വരും. 1 hour എക്സാം ആണ് ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടതെങ്കിൽ 150 നമുക്ക് കൊടുക്കേണ്ടി വരും. ആ രീതിയിലാണ് ഇവിടെ ടെസ്റ്റ് സെഷൻ ചാർജ് മാത്രം അവർക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതൊന്ന് നോക്കുക. അതേപോലെ തന്നെ അത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് മറക്കാതെ 28/4/2025 ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ബാക്കി ഡീറ്റെയിൽ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നിന്റെയും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ പോസ്റ്റ് ആണോ ആ പോസ്റ്റിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുക. നല്ലൊരു അവസരമാണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലിയാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറേ അലവൻസും കാര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. സോ ട്രൈ ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.